ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തും ഈ ചൂടിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോക്ക് പോവാം. ഞാൻ ആദ്യം 3 കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അധികം ചെറുതാണ്, അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ തൊലി കളയാം. കത്തി വെച്ചിട്ടോ പീലർ വെച്ചിട്ടോ എങ്ങനെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഞാൻ പീലർ വെച്ചിട്ടാണ് കളയുന്നത്. ഇതേപോലെ നമുക്ക് തൊലി കളയട്ടെ. അതാ 3 ഞാൻ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കി എടുക്കണം. കാരണം വലുതാക്കിയിട്ട് വേണ്ട, ചെറുതാക്കിയിട്ടേ നമുക്കത് ആക്കണം. എന്നാലേ പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ. വലുതാക്കിയിട്ട് പെട്ടെന്ന് അരയും, എന്നാലും ചെറുതാക്കിയിട്ട് ഇടാനാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതേപോലെ ഞാൻ ചെറുതാക്കി എടുക്കുന്നത്. കുക്കുംബർ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് തടി കുറക്കാൻ നോക്കുന്നവരാണെങ്കിലൊക്കെ കുക്കുംബർ സാലഡ് കഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് കുക്കുംബർ. അപ്പോൾ അതുപോലെ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇതുപോലത്തെ പീസാക്കി എടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് അരയ്ക്കാൻ വേണ്ടി ഇനി പാലാണ് എടുക്കുന്നത്. പാല് ഫുള്ള് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരുപാട് ഒഴിച്ചാൽ അത് അരയില്ല. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ആവശ്യമുള്ള ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടാണ് വേണ്ടത്. അത് ഇതേപോലെ ചെറുതാക്കിയിട്ട് ചെറിയൊരു പീസ് മതി. ഓവറായിട്ട് എടുത്താൽ അതിൻ്റെ ആ ടേസ്റ്റ് വേറെ നിൽക്കും. അപ്പോൾ ചെറുതാക്കിയിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് എടുത്താൽ മതി. ശേഷം നമുക്ക് അരച്ച് വെച്ച് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അതാ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒരു തരി പോലില്ലാതെ തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനാണ് കുറച്ച് പാൽ ഒഴിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എത്ര പാൽ വേണമെങ്കിൽ അത്ര ഒഴിച്ച് കൊടുക്കുക. ഇതിന് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നില്ല, പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പായതുകൊണ്ട് ഓരോ ദിവസം ഓരോ ജ്യൂസാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാം. കാരണം ബീട്രൂട്ടും കുക്കുംബറും പറഞ്ഞാൽ നമ്മളെ ഹെൽത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഐറ്റംസാണ്. അപ്പോൾ കുട്ടികൾക്കും നല്ലതാണ് ഇതുപോലെ ജ്യൂസ് അടിച്ച് ഉണ്ടാക്കി കൊടുത്താൽ. കുക്കുംബറും ബീട്രൂട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുത്താൽ അവർ നല്ല ഒരു മധുരത്തിൽ ഇങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇനി വലിയവരാണെങ്കിൽ ഷുഗർ കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഹണി വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.